ഈ ദുഃഖ വേളയിൽ കൂടുതൽ പറയുന്നില്ല. ആലപ്പുഴ ജില്ലയിൽ നമ്മുടെ തിരുവല്ലായിരുന്ന സന്ദർഭത്തിൽ പത്തനംതിട്ട ജില്ല രൂപീകരിക്കുന്നതിന് മുൻപ് തന്നെ ഇന്ന് കാലം ഒരു അന്തരിച്ചു പോയ ഒരു MLA മൊത്തം ഡോക്ടർ KR കേശവപിള്ള താലൂക്ക് സെക്രട്ടറി ആയിരിക്കുന്ന ആ സമയം ആ പാർട്ടി ഓഫീസിൽ തന്നെ അദ്ദേഹവുമായി ഒരു 15 മിനിറ്റ് ചെലവഴിക്കുവാനുള്ള ഒരു മഹാ അവസരം ഉണ്ടായത് ഞാൻ എപ്പോഴും നോക്കുകയാണ്. അദ്ദേഹം ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അന്ന് പാർട്ടി ഓഫീസിൽ വന്നപ്പോൾ MLAക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം. അപ്പോൾ എന്നെ കൂടെ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം ഞങ്ങൾക്ക് ചായയൊക്കെ വാങ്ങിച്ചു തന്നു. ഞങ്ങളെ വർത്തമാനം പറഞ്ഞു. ഞാനല്ല വർത്തമാനം പറഞ്ഞു. MLA അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞാനുമായിട്ട് ചേർന്നു. ഇന്ന് മാത്രം ഞാൻ ഓർക്കുകയാണ്. സാധാരണക്കാരനായി ജനിച്ച പ്രൈമറി വിദ്യാഭ്യാസം പോലും നടത്തുവാൻ ബുദ്ധിമുട്ടിയ ആ വ്യക്തി കേരളമെന്ന സാംസ്കാരിക രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയായി വളരെയധികം പാവങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മഹാനുഭാവനായിരുന്നു. ആ മഹൽ വ്യക്തിയുടെ നിര്യാണത്തിൽ കേരള കർഷക സംഘം വേങ്ങൽ മേഖലാ കമ്മിറ്റിയുടെ പേരിലുള്ള ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തുന്നു. എന്ന് പറയുന്നത് ഒരു കാലത്തും അദ്ദേഹത്തെ മറക്കാവുന്നതല്ല. സാധാരണക്കാരുടെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം സാധിച്ചു തന്നിട്ടുണ്ട്. അദ്ദേഹത്തിൽ നിന്നും സ്മരണയിൽ നമുക്ക് ഓർക്കാം എന്ന് പറയുന്നത്. സഖാവ് VSന്റെ നിര്യാണം ഭയങ്കര ദുഃഖത്തിലാക്കിയിരിക്കുകയാണ്. അതായത് പ്രത്യേകിച്ച് പാവങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെട്ട ഒരു പോരാളിയാണ്, സമര പോരാളിയാണ്. സ്ത്രീപക്ഷത്തിൽ നിന്ന് സ്ത്രീകൾക്ക് വേണ്ടി വാദിച്ച ധീരനായ ഒരു പോരാളി നമുക്ക് ഈ പാർട്ടിക്ക് തന്നെ തീരാ നഷ്ടമായിട്ടിരിക്കുകയാണ്. ആ പാത പിന്തുടരണം. ആ VS ഏത് രീതിയിലായിരുന്നു പ്രവർത്തിച്ച് ആ പാത പിന്തുടരണം. സിവിൽ തലമുറയോടെ ഒരു വാക്ക് ഞാൻ അപേക്ഷിക്കുകയാണ്. മറ്റൊരു പോരാളി, ആ പോരാളിത്വം എല്ലാ ജനങ്ങളും മഹാപുരുഷന്റെ അതിനാക്കി വിജയമായിട്ടുള്ള ഞങ്ങളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു സമരവീര്യമായിരുന്നു. കാരണം VSന്റെ കാലഘട്ടത്തിൽ സംഘടന പ്രവർത്തനം ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് തന്നെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അത്രയ്ക്ക് ജീവിതത്തിലെ പ്രതിസന്ധികളെയും അതുപോലെ തന്നെ സമരങ്ങളും ഒക്കെ ഏറ്റെടുത്ത ഒരു ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ വേർപാട് പാർട്ടിക്കും ഈ നാടിനുമല്ല വലിയൊരു അദ്ദേഹത്തിൻ്റെ വേർപാട് ഭയങ്കരമായിട്ടുള്ള ഒരു വേദനാജനകമായ അവസ്ഥ തന്നെയാണ്. അത് നഷ്ടം തന്നെയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം. എല്ലാവിധമായിട്ടുള്ള ആദരാഞ്ജലി ഈ അവസരത്തിൽ VS എന്നത് കേവലം രണ്ട് വാക്ക് മാത്രമല്ല, ജനഹൃദയങ്ങളുടെ വികാരം കൂടിയാണ്. നമുക്കറിയാം, ടീച്ചേഴ്സുള്ള കയ്യിൽ കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിലകൊള്ളുകയും കയർതൊഴിലാളികളുടെ വിഷയവുമായി ബന്ധപ്പെട്ട് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയും അതിനുശേഷം അന്ന് നിലനിന്ന ജാതി ജന്മി ഭൂപ്രഭുത്വത്തിനെതിരെ ശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുകയും അതിന്റെ ഭാഗമായി പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളെല്ലാം തന്നെ കൃത്യമായി നിർവഹിക്കുകയും ചെയ്ത സംഘാടകന്, അതോടൊപ്പം തന്നെ നല്ല മികച്ച ഒരു പാർലമെന്ററി പാർട്ടി നേതാവും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കൈവരിച്ച നേട്ടങ്ങൾ അത്രയും നമ്മുടെ സംഘടനയുടെ കെട്ടുറപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഈ കാലം അത്രയും നമുക്ക് മുതൽക്കൂട്ടാവുന്ന രീതിയിലായിരുന്നു. നമ്മുടെ സംഘടനയ്ക്ക് എക്കാലവും കരുത്തുള്ള ഒരു നേതാവ് തന്നെയായിരുന്നു, ഇന്ത്യയിലുള്ള നല്ലൊരു നേതാവ് തന്നെയായിരുന്നു സഖാവ് VSന്റെ വേർപാടിന് ഇവിടെ കടന്നുവന്ന് അനുശോചനം അർപ്പിക്കുക എന്നാണ് നമ്മുടെ കർത്തവ്യം. ഈ യോഗത്തിൽ കടന്നുവന്ന് എല്ലാവർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കും. DKSന്റെ സെക്രട്ടറിയായിട്ട് സംശുഷം പാടത്ത് പണിയെടുക്കുന്നവരുടെ അവകാശങ്ങൾ നേടിയെടുത്ത വിപ്ലവ പ്രസ്ഥാനത്തിന്റെ പടനായകൻ സഖാവ് VS. മരിക്കുന്നില്ല, ജീവിക്കുന്ന ഞങ്ങളുടെ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട്
ആറ് സംഘത്തിനുള്ളിൽ സ്കോറില്ല. 10 മാർക്ക് ആവശ്യമാണ്. ഇത് ബിൽസാമതി എന്ന് പറയുന്നതായിട്ട് നല്ലത് ചിതന്മാമെന്ന് പറയുന്നത് കാരണം നമ്മുടെ യുവജനത്തിന്റെ ഒരു ആവേശം വേണ്ട ഇവിടെ അയക്കുന്നു ഇങ്ങോട്ട് രണ്ട് വാക്കിൽ അനുശോചനം പറഞ്ഞു. അപ്പൊ ഈ അനുശോചനത്തിന് നന്ദി പറയുന്നതിന് വേണ്ടി കാൺസെപ്റ്റിന് കൂടിയാണ് എല്ലാ കാലത്തുമുള്ള ഓർമ്മയിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അല്ലാതെ കാല് രണ്ടും വിട്ട് ലോകത്തിന്റെ പുറത്ത് കാലിന്റെ വെള്ളയിൽ ചൂരലിന് 10-25 പ്രാവശ്യം അടിച്ചതിന് ശേഷമാണ് അങ്ങനെ എത്തിയത്. ആ വേദന മുഴുവൻ അനുഭവിച്ചാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവൻ പോലും വെട്ടിയുറപ്പിക്കാൻ തയ്യാറായി. അദ്ദേഹത്തിന്റെ യോഗത്തിൽ ആദരാഞ്ജലികൾ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പിന്നെ ഈ ഒരു മൗനജാഥയിൽ സംബന്ധിച്ച എല്ലാവർക്കും ഇവിടെ പങ്കെടുത്ത നേതാക്കന്മാരെ എല്ലാവർക്കും ഒറ്റ വാക്കിൽ നന്ദി രേഖപ്പെടുത്തുന്നു.